ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വെണ്ടയ്ക്കയും മുട്ടയും കൂടി വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഓൾറെഡി ഒരു വെണ്ടയ്ക്ക തോരൻ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അത് നല്ല വ്യത്യസ്തമായിട്ട് മുട്ടയും കൂടി ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ. അപ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്കകത്തോട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. വെണ്ടയ്ക്ക മുട്ടത്തോരൻ ഉണ്ടാക്കാനായിട്ട് 300 ഗ്രാം വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്കയുടെ പുറത്ത് വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒരു കിച്ചൺ ടവലോ കിച്ചൺ ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ചു മാറ്റണം. വെള്ളമുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുന്ന സമയത്തും കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു വഴുവഴുപ്പ് വരും. വെണ്ടയ്ക്ക ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം അതിൻ്റെ 2 സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. വെണ്ടയ്ക്ക നടുവേ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. എല്ലാ വെണ്ടയ്ക്കയും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് പൊട്ടിക്കാം. കടുകും ജീരകവും നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർത്ത് മൂപ്പിക്കാം. ഇവ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇത് മൂത്തൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. പരിപ്പ് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്ത് 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസിലുള്ള സവാളയും 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്തിട്ടൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം. സവാളയെല്ലാം ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഈ പാകമായാൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പാനൊന്ന് മൂടി വെച്ച് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. നമ്മളിതിലൊട്ടും വെള്ളം ചേർക്കാത്ത കാരണം അടിയിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട് പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കുക്കായിട്ട് കിട്ടാനായിട്ട് നമ്മളിതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളം തന്നെ കൊണ്ട് ഇത് കുക്കായിട്ട് കിട്ടും. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്യാം. മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 6 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂടി മാറ്റിയതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെണ്ടക്ക പാൻ്റെ 4 സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് നീക്കി വെക്കാം. ഞാൻ അതിൻ്റെ നടുവിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കണം. വീണ്ടും വെണ്ടക്ക തേങ്ങയുടെ മുകളിലേക്ക് ഇതുപോലെ പൊത്തി വെച്ച് കൊടുക്കാം. വീണ്ടും പാനൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യണം. ഇനി പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെണ്ടക്കയെല്ലാം പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. ഞാൻ 2 മുട്ടയിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെണ്ടക്കയുടെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം പാനൊന്ന് മൂടി 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. 3 മിനിറ്റിന് ശേഷം പാൻ്റെ മൂടി മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മുട്ടയും വെണ്ടക്കയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. ഇപ്പോൾ മുട്ടയെല്ലാം പാകത്തിന് കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അവസാനം ഇതിൻ്റെ മുകളിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുമായ വെണ്ടക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.